എല്ലാവർക്കും നമസ്കാരം. വരാൻ പോകുന്ന SSLC കെമിസ്ട്രി എക്സാമിന് നമുക്ക് ഓരോ ചാപ്റ്ററിലും ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആകെ 7 ചാപ്റ്ററുകളാണുള്ളത്. ആകെ എക്സാമിൻ്റെ സ്കോർ 40 മാർക്ക്, കൂടാതെ 10 മാർക്ക് നിങ്ങൾക്ക് CE ആയും ലഭിക്കുന്നുണ്ട്. അതായത് റിട്ടൺ എക്സാമിന് ഏകദേശം 35 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് A+ എന്ന സ്കോർ കിട്ടൂ. ഓരോ ചാപ്റ്ററിനും അതുകൊണ്ട് തന്നെ 5 മാർക്കിന് മുകളിൽ വെയിറ്റേജ് ലഭിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 5 മാർക്കിനടുത്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ്സ്. പോയിൻ്റ് നമ്പർ 1, പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ S, P, D, F എന്നിങ്ങനെ 4 ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു. അതായത് പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളുണ്ട്. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഇനി ഓർക്കേണ്ട രണ്ടാമത്തെ പോയിൻ്റ്, S സബ്ഷെല്ലിൽ അവസാനിക്കുന്ന ഇലക്ട്രോൺ നിറയുന്നവയാണ് S ബ്ലോക്ക് എലമെൻറ്റ്സ്. അതുപോലെ P സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ അവസാനിക്കുകയാണെങ്കിൽ അത്തരം എലമെൻസിനെ നമുക്ക് P ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കാം. അതുപോലെ D സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ നിറയുന്നതെങ്കിൽ അവയാണ് D ബ്ലോക്ക് എലമെൻറ്റ്സ്. അതുപോലെ F സബ്ഷെല്ലിൽ അവസാന ഇലക്ട്രോൺ നിറയുകയാണെങ്കിൽ അവയെ നമുക്ക് F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഇനി ഓർക്കേണ്ട മൂന്നാമത്തെ പോയിൻ്റ്, സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. എനർജി ലെവൽ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത്. അതായത് 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p, 6s, 4f. ഓർക്കേണ്ട അടുത്ത പോയിൻ്റ്, 1s2 എന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ 1 എന്നത് ഷെൽ നമ്പറിനെയും S എന്നത് സബ്ഷെല്ലിനെയും 2 എന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. അടുത്ത പോയിൻ്റ്, S, P, D, F എന്നീ സബ്ഷെല്ലുകളിൽ യഥാക്രമം 2, 6, 10, 14 എന്നീ എണ്ണം ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാനാവും. അടുത്ത പോയിൻ്റ്, സബ്ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ അറ്റോമിക് നമ്പർ ലഭിക്കും. ഓർക്കേണ്ട അടുത്ത പോയിൻ്റ്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഉപയോഗിച്ച് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ, പീരീഡ് നമ്പർ, ഗ്രൂപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താനാവും. ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിൻ്റ്, ഓരോ ബ്ലോക്കിലെ മൂലകങ്ങൾക്കും അവയുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇവ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. അതിൽ തന്നെ D ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. എക്സാമിന് ചോദ്യം വരാൻ സാധ്യത കൂടുതൽ D ബ്ലോക്ക് എലമെൻറ്റുകളിൽ നിന്നാണ്. അവയുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ, D ബ്ലോക്ക് മൂലകങ്ങൾ കളേർഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുന്നു, അതുപോലെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിൻ്റ്, എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോബിൾ എലമെൻസിനെ ഉപയോഗിച്ച് ഷോർട്ട് മെത്തേഡിൽ എഴുതുന്ന രീതി. അതും നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ്സ്. പോയിൻ്റ് നമ്പർ 1, റിലേഷൻ ബിറ്റ്വീൻ വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം, താപനില ഇവ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഗ്യാസ് ലോസ്, അതായത് വാതക നിയമങ്ങൾ. 3 വാതക നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. ഓർത്തു വെക്കേണ്ട മൂന്നാമത്തെ പോയിൻ്റ്, റിലേറ്റീവ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക് മാസ്. അടുത്ത പോയിൻ്റ്, മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റിൽ തന്നെ ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ്, STPയിലെ വാതകങ്ങളുടെ വ്യാപ്തം ഇവ ഉൾപ്പെടുന്നു. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ആറ്റങ്ങൾ, തന്മാത്രകൾ, അയോണുകൾ എന്നിവയുടെ എണ്ണം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ. ഇത് 6.022 × 10⁻23 എണ്ണമാണ്. ഒരു മോൾ പദാർത്ഥത്തിലെ ആറ്റങ്ങൾ, തന്മാത്രകൾ, അയോണുകൾ
എന്നിവയുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 6.022 × 10⁻23. ഒരു GAM, ഒരു GMM ഏത് പദാർത്ഥമെടുത്താലും അത് 1 മോൾ ആയിരിക്കും. ഇതിൽ 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടാവും. മോളാർ വോളിയം എന്നത് STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തത്തെയാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. STPയിൽ 22.4 ലിറ്റർ വാതകത്തിൽ 6.022 × 10⁻23 തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. സൂക്ഷ്മ കണികകളുടെ മാസ് പ്രസ്താവിക്കുന്നത് ആപേക്ഷിക അറ്റോമിക മാസ് എന്ന രീതി ഉപയോഗിച്ചാണ്. ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് ഈ രീതി. കാർബൺ 12 എന്ന ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 12ൽ 1 ഭാഗത്തെ 1 യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഇതിനെ യൂണിഫൈഡ് മാസ് എന്ന് വിളിക്കുന്നു. ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, 273 കെൽവിൻ താപനില, 1 ATM മർദ്ദം, ഇവയെയാണ് STP എന്ന് വിളിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റുകൾ. പോയിന്റ് നമ്പർ 1, ഓരോ ലോഹങ്ങൾക്കും അവയുടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ശേഷി വ്യത്യസ്തമാണ്. ഓർക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് റിയാക്ടിവിറ്റി സീരീസ്. കുറച്ച് ലോഹങ്ങളെ അവയുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയെയാണ് ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുന്നത്. ഓർക്കേണ്ട മൂന്നാമത്തെ പോയിന്റ്, റിയാക്ടിവിറ്റി സീരീസിൽ ക്രിയാശീലം അതായത് റിയാക്ടിവിറ്റി താരതമ്യം ചെയ്യാനാണ് അലോഹമായിട്ടുള്ള ഹൈഡ്രജനെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ആദേശം ചെയ്യുന്നു. ഈ രാസപ്രവർത്തനത്തിനെ നമുക്ക് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓർക്കേണ്ട അടുത്ത പോയിന്റ്, റിഡോക്സ് പ്രവർത്തനങ്ങളിലൂടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. ഇലക്ട്രോണുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രവർത്തനം നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ. ഇലക്ട്രോണുകളുടെ പ്രവാഹ ദിശ ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും. ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നിവ ഒരേ സമയം നടക്കുമ്പോൾ അതൊരു റിഡോക്സ് പ്രവർത്തനം എന്ന് നമുക്ക് പറയാം. ഓർത്തു വെക്കേണ്ട അടുത്ത പോയിന്റ്, ജലീയ ലായനി ആയിരിക്കുമ്പോഴോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ്. നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ. ഈ ചാപ്റ്ററിൽ ഓർക്കേണ്ട കുറച്ച് പോയിന്റുകൾ. വാട്ട് ഈസ് മിനറൽ? എന്താണ് ധാതു? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഓർക്കേണ്ട അടുത്ത പോയിന്റ്, വാട്ട് ഈസ് ഓർ അല്ലെങ്കിൽ എന്താണ് അയിര്? എളുപ്പത്തിലും ലാഭകരമായും ലോഹ നിർമ്മാണം നടത്താൻ ഉപയോഗിക്കുന്ന ധാതുവിനെയാണ് ഓർ അല്ലെങ്കിൽ അയിര് എന്ന് വിളിക്കുന്നത്. ഓർക്കേണ്ട അടുത്ത പോയിന്റ്, വാട്ട് ഈസ് മെറ്റൽ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ലോഹശുദ്ധീകരണം? ലോഹ അയിരിലെ മാലിന്യങ്ങളെ നീക്കി ലോഹ സംയുക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം അല്ലെങ്കിൽ മെറ്റൽ പ്യൂരിഫിക്കേഷൻ. അടുത്ത പോയിന്റ്, എന്താണ് ഗ്യാങ് അല്ലെങ്കിൽ അപദ്രവ്യം എന്നാൽ എന്താണ്? ലോഹ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെയാണ് ഗ്യാങ് അല്ലെങ്കിൽ അപദ്രവ്യം എന്ന് വിളിക്കുന്നത്. അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. ലോഹ നിർമ്മാണത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്.
ഒന്നാമത്തെ ഘട്ടം കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തെ ഘട്ടം എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹങ്ങളെ വേർതിരിക്കൽ. മൂന്നാമത്തെ ഘട്ടം പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം. ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ തന്നെ 4 തരത്തിലുള്ള അയിരുകളുടെ സാന്ദ്രണ രീതികളുണ്ട്. ഒന്നാമത്തത് ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ലെവിഗേഷൻ. രണ്ടാമത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ. മൂന്നാമത്തെ രീതി കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. നാലാമത്തെ രീതി ലീച്ചിങ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്സിഡേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ. രണ്ടാമത്തെ ഘട്ടം റിഡക്ഷൻ, ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഓക്സിഡേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ എന്ന പ്രക്രിയ 2 തരത്തിലുണ്ട്: കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഹ ശുദ്ധീകരണത്തിൽ 3 തരത്തിലുള്ള രീതികളുണ്ട്: ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കൽ, രണ്ടാമത്തത് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം, മൂന്നാമത്തത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. അടുത്തതായി ഈ ചാപ്റ്ററിൽ ഓർക്കേണ്ട മറ്റൊരു പോയിൻ്റ് മാനുഫാക്ചറിങ് ഓഫ് അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നിർമ്മാണം. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓഫ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം. നമ്മുടെ അടുത്ത ചാപ്റ്റർ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ, അലോഹ സംയുക്തങ്ങൾ. ഈ ചാപ്റ്ററിൽ ഓർക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. രണ്ടാമത്തെ പോയിൻ്റ് എക്സ്പെരിമെൻറ്റ് ഷോയിങ് ദ സോലുബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ. അമോണിയയുടെ ജലത്തിലെ ലയത്വം കാണിക്കുന്ന പരീക്ഷണം. അടുത്ത പോയിൻ്റ് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഉഭയദിശ പ്രവർത്തനങ്ങൾ. അടുത്തത് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ, അതായത് ഏകദിശാ പ്രവർത്തനം. ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം. ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം. കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ലേ ഷാറ്റ്ലിയർ തത്വം. റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. മർദ്ദവും രാസസന്തുലനാവസ്ഥയും തമ്മിലുള്ള ബന്ധം എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. താപനിലയും രാസസന്തുലനാവസ്ഥയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? റിലേഷൻ ബിറ്റ്വീൻ കാറ്റലിസ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഉൽപ്രേരകവും രാസസന്തുലനാവസ്ഥയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർക്കേണ്ട അടുത്ത പോയിൻ്റ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് H2SO4 ആൻഡ് യൂസസ് ഓഫ് H2SO4. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണവും അവയുടെ ഉപയോഗവും അറിഞ്ഞിരിക്കണം. ഓർക്കേണ്ട അടുത്ത പോയിൻ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് H2SO4. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ചാപ്റ്ററിൽ ഓർക്കേണ്ട അടുത്ത പോയിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയോൺസ്. സൾഫേറ്റ് അയോണുകളെ തിരിച്ചറിയുന്ന വിധം. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം. ഇതിൽ ഓർക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ് ഹൈഡ്രോ കാർബണുകളെ പ്രധാനമായും ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ അറിയേണ്ട അടുത്ത കാര്യം ഈ 3 വിഭാഗങ്ങളിലുമുള്ള സംയുക്തങ്ങൾക്ക് പേര് നൽകുന്ന രീതി. അടുത്ത പോയിൻ്റ് ബ്രാഞ്ചസ് ഉള്ള കോമ്പൗണ്ട്സുകൾക്ക് പേര് നൽകുന്ന രീതി. അടുത്ത പോയിൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അതിൽ തന്നെ കാർബോക്സിലിക് ആസിഡ്സ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ ചാപ്റ്ററിൽ അറിയേണ്ട മറ്റൊരു കാര്യം ഐസോമറിസം. അതിൽ തന്നെ ചെയിൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇതിൽ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമതായി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശരാസപ്രവർത്തനം.
സംയുക്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാറ്റത്തെ മാറ്റി പകരം മറ്റൊന്ന് വരുന്ന രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓർക്കേണ്ട രണ്ടാമത്തെ പോയിൻ്റ് അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ പ്രവർത്തനം. ദ്വിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോ കാർബൺ ഏകബന്ധനമുള്ള പൂരിത ഹൈഡ്രോ കാർബണായി മാറുന്ന പ്രവർത്തനം. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണായി മാറുന്ന പ്രവർത്തനം. ത്രിബന്ധനമുള്ള അതായത് ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺ ആദ്യം ഡബിൾ ബോണ്ട് ആവുകയും തുടർന്ന് ഏകബന്ധനമുള്ളതായും മാറുന്നു. അടുത്തത് മൂന്നാമത്തെ പോയിൻ്റ് പോളിമറൈസേഷൻ. അനേകം ചെറു തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്ന് വലിയ തന്മാത്ര അഥവാ പോളിമർ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിൻ്റ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വലിയ പൂരിത ഹൈഡ്രോ കാർബണുകൾ അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ വിഘടിച്ച് ഒരു ചെറിയ പൂരിത ഹൈഡ്രോ കാർബണും ഒരു ദ്വിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോ കാർബണുമായി മാറുന്ന പ്രവർത്തനമാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിൻ്റ് ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ. ഹൈഡ്രോ കാർബണുകൾ വായുവിൽ ജ്വലിച്ച് കാർബൺ ഡൈ ഓക്സൈഡായും ജലവുമായും മാറുന്ന പ്രവർത്തനമാണ് ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ. ഓർക്കേണ്ട അടുത്ത പോയിൻ്റ് സം ഇമ്പോർട്ടൻ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഓർഗാനിക് സംയുക്തങ്ങളാണ് ആൽക്കഹോൾസ്, അതിൽ തന്നെ മെഥനോൾ, എഥനോൾ. എഥനോളിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഡിനേച്ചേർഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ, പവർ ആൽക്കഹോൾ. അതിനുശേഷം കാർബോക്സിലിക് ആസിഡുകൾ, കാർബോക്സിലിക് ആസിഡ്സ്, മാനുഫാക്ചറിങ് ഓഫ് എഥനോയിക് ആസിഡ് അഥവാ എഥനോയിക് ആസിഡിൻ്റെ നിർമ്മാണം, എസ്റ്റർ, സോപ്പ്. ഈ 7 ചാപ്റ്ററുകളിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത്.